ശ്രീ റെജി ലൂക്കോസ്, വളരെ ഗുരുതരമായ ഒരാരോപണമാണ് CPM-ന്റെ കോഴിക്കോട് ഏരിയ നേതൃത്വത്തിന് നേരെ ഉയർന്നിരിക്കുന്നത്. PSC അംഗത്വത്തിന് PSC മെമ്പറാക്കാൻ 60 ലക്ഷം രൂപ ചോദിച്ചു. അതിൽ 22 ലക്ഷം കൊടുത്തു. കാത്തിരുന്നിട്ടും PSC അംഗത്വം കിട്ടാത്ത സാഹചര്യത്തിൽ പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു. അപ്പോൾ ഈ വിഷയം ഗുരുതര സ്വഭാവമുള്ള, കോഴ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കാര്യമാണ് എന്നിരിക്കെ ഉടനെ ഇത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനിച്ച് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നിയമത്തിലേക്ക് കാര്യങ്ങൾ വിടണ്ടേ? ഇതിലൊരു അഴിമതിയുടെ ആംഗിൾ ഉണ്ടല്ലോ. അല്ല അഭിലാഷേ, ഇതിൻ്റെ ഈ ആരോപണങ്ങളുടെ കുന്തമഴ നീട്ടാൻ ശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ അടുത്തേക്കാണ്. അതേ എന്ന് പറഞ്ഞൊരു മറുപടിയിലൂടെ നമുക്ക് തുടങ്ങാം. അദ്ദേഹം എന്താ പറഞ്ഞേ? ഇതെന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ അറിയുക പോലും ചെയ്യാത്തൊരു വിഷയത്തെക്കുറിച്ച് എൻ്റെ പേര് വലിച്ചഴിക്കുന്നു, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എന്ത് തെളിവാണ് മുഹമ്മദ് റിയാസും ഈ പറഞ്ഞ ആളും തമ്മിലുള്ള കണക്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വിവാദത്തെക്കുറിച്ചോ എന്ത് തെളിവാണുള്ളത്? രണ്ട് കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ രീതിയിൽ നേരിടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു, പാർട്ടി അത് അന്വേഷിക്കും, അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പാർട്ടി അന്വേഷിച്ചാൽ മതി. ഇപ്പൊ താങ്കൾ ചോദിച്ചു റിയാസിന് എന്ത് ബന്ധമെന്ന്. റിയാസിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ആരോപണ വിധേയനായ ആൾ CPM-ന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. മുഹമ്മദ് റിയാസിന്റെ അയൽവാസിയാണ്. മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ്. ഈ പരാതിയിൽ പറയുന്നത് മുഹമ്മദ് റിയാസ് വഴി കാര്യം സാധിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് റിയാസിന് തന്നെയും ഈ കാര്യത്തിൽ കംപ്ലൈന്റ് ഉണ്ട്, അത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പേരിങ്ങനെ വലിച്ചിഴക്കപ്പെടുന്നു എന്നുള്ളതിൽ. അപ്പോൾ ഈ കാര്യത്തിൽ പൂർണ്ണമായും അന്വേഷിച്ച് പൊതുസമൂഹത്തിന് ബോധ്യം വരത്തക്ക വിധത്തിൽ ഫൈൻഡിങ്സ് വരൽ CPM-ന്റെയും മുഹമ്മദ് റിയാസിന്റെയും കൂടി ആവശ്യമല്ലേ? പിന്നെ ഇത് പൊതിഞ്ഞു വെക്കണോ, മൂടി വെക്കണോ? ആരും മൂടി വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി മുഹമ്മദ് റിയാസ് ഒക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. അല്ല, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു തരിമ്പ് തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. പരാതിക്കാരില്ല, അതുപോലെ തന്നെ കാശ് മേടിച്ചിട്ടുള്ള തെളിവില്ല, പരാതിയായിട്ട് ഒരു വ്യക്തി ഇതുവരെ വന്നിട്ടില്ല, അന്തരീക്ഷത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാൻ അതുകൊണ്ട് ഈ പരാതിയെ ന്യായീകരിക്കുകയല്ല, എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ള സമയം തരണം. അതായത് ഇനി വാദത്തിന് വേണ്ടിയിട്ട് ഈ ഏരിയ കമ്മിറ്റി മെമ്പർ, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പർ ഈ വിനോദ് എന്ന് പറയുന്നത് ആളുടെ പേരതാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു തെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയം പേരിക്കേണ്ട, അതിശക്തമായ നടപടിയിലേക്ക് പോകും. പക്ഷേ യാതൊരു തെളിവും ഇല്ലാതെ കൊണ്ട് ഒരു വാർത്തയുടെ പേരിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതുപോലെ ഒരു പരാതിക്കാർ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഇതേ ഉള്ളൂ, CPM-ന്റെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കിട്ടുകയും അത് അടിയന്തര പരിഗണനയ്ക്കായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് അയക്കുകയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മിറ്റി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തത് ഇല്ലാത്ത കാര്യമാണോ? അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു വിഷയത്തിനകത്ത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ ഘടകം 2 അംഗ സമിതിയെ വെച്ച് അന്വേഷിക്കുമോ? അഭിലാഷ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാത്തതുകൊണ്ട്. അതായത് പാർട്ടിയിലൊരു പരാതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ഒരു പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ അഭിലാഷോട് പറഞ്ഞത്. അത് സ്വാഭാവികമാണ്. എന്ത് പരാതി വന്നാലും പാർട്ടിക്കുള്ളിലുള്ളതായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, പാർട്ടി സഖാക്കളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പാർട്ടി അന്വേഷിക്കുക, അതൊരു തർക്കമില്ല. കാരണം ഞാൻ ഈ പാർട്ടിയുടെ താഴെക്കടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം അതിനൊരു മറുപടി കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ CPM-നുള്ളിൽ എന്തെങ്കിലും തിരുത്തൽ രീതിയിൽ ഏത് ആരോപണമാണെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും CPM-നൊരു കൂടോത്രത്തിൻ്റെ ആവശ്യമില്ല. CPM അത് ചെയ്യുന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും ഒരു സംശയം വിചാരിക്കേണ്ട. പക്ഷേ അടിവരയിട്ട് പറയുന്നു, ഇങ്ങനൊരു സഖാവിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി അന്വേഷിച്ചിട്ട് അത് ശരിയെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് ഇത് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് കഥകൾ രചിച്ച്, നുണ ഫാക്ടറികളിൽ നിന്ന് കഥകൾ രചിച്ച് പാർട്ടിക്കെതിരെ ഇങ്ങനെ നിരന്തരമായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നെന്നുണ്ടെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു തെളിവുമില്ല. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട്, ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താ? മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇന്നലകളുടെ അദ്ദേഹത്തിൻ്റെ ചരിത്രം അഭിലാഷിന് എന്നേക്കാളും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് ഒന്ന് കണ്ണോടിക്കുന്നവർക്കറിയാം. ആ മനുഷ്യൻ ഓടിളക്കി വന്ന് മന്ത്രിയായ ആളല്ല. മുഹമ്മദ് റിയാസിന്റെ വ്യക്തിത്വം തന്നെ അത് മനസ്സിലാക്കുന്നവർ ആരായാലും അദ്ദേഹം ഒരു അഴിമതി കൂട്ടുവെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ഇതുവരെ അദ്ദേഹത്തിന്റെ പേര് ആരോപണമില്ല. പിന്നെ നമ്മൾ എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാണ്?